നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളികൾ ഒന്നടങ്കം ഒരു ദുരന്ത മുഖത്ത് ഒരേപോലെ ഒരേ മനസ്സോടെ കണ്ണും നട്ടിരിക്കുകയാണ് അർജുൻ ജീവനോടെ തിരികെ വരാൻ വേണ്ടി. 10 ദിവസത്തെ കാത്തിരിപ്പായിരുന്നു. 9-ാം ദിവസം അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ദൗത്യസംഘം മുന്നോട്ടു പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ്. പ്രകൃതി വലിയ രീതിയിൽ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ഒന്ന് ശാന്തമായി എങ്കിൽ സേനയ്ക്ക് ദൗത്യം തുടരാമായിരുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അടുത്ത 3 ദിവസത്തേക്ക് ഷിരൂരിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്രത്തോളം മഴയും കാറ്റും മണ്ണിടിച്ചിൽ സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. ദൗത്യസേനയെ വലയ്ക്കുന്ന വലിയ പ്രതിസന്ധി നദിയിൽ 4 ഇടത്തായി ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏത് ഭാഗത്താണ് അർജുൻ ഉണ്ടാകുക എന്നുള്ളത് കണ്ടെത്താനേ കഴിയുന്നില്ല. ഇപ്പോഴുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ജീവനുള്ള ഒരു വസ്തു കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി മുന്നിലുള്ളത്. ഇത് മാത്രമല്ല, ലോറിയിൽ നിന്ന് തടി പുറത്തുപോയി. തടി 12 കിലോമീറ്റർ അകലെ നിന്ന് ലോറിയിലെ തടി കണ്ടെടുത്തിട്ടുണ്ട്. തടി കൂടി കണ്ടെടുത്ത ഒരു നിമിഷത്തിലാണ് അർജുൻ ലോറിയിൽ ഉണ്ടോ എന്നുള്ള സംശയം ഉയർന്നു വരുന്നത്. തല കീഴായിട്ടാണ് ട്രക്ക് മറിഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ സമയത്ത് തന്നെയാണ് കെട്ടുകൾ പൊട്ടി ലോറിയിലെ തടികളും പുറത്തു പോയിരിക്കുന്നത്, പുഴയിലൂടെ ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രക്കിന്റെ ചില്ലുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അർജുൻ പുറത്തേക്ക് പോയിരിക്കാം എന്ന ഒരു നിഗമനം കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു മൃതദേഹം അവിടെ നിന്ന് കിട്ടിയിരുന്നു. വലിയൊരു ഭീതിയായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. കാരണം ഇത് അർജുനാണോ എന്നുള്ള ഒരു ചർച്ചകൾ വരെ വന്നിരുന്നു. എന്നാൽ ഇത് തമിഴ്നാട് സ്വദേശി ശരവണന്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ടാങ്കർ ലോറി ഡ്രൈവറായിരുന്ന ശരവണന്റേതാണ് ആ മൃതദേഹം. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തമിഴ്നാട് സ്വദേശി ശരവണന്റേതാണെന്ന് കർണാടക ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നതും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നതും. ഇതോടുകൂടി തന്നെയാണ് അർജുൻ ഈ ട്രക്കിനകത്തുണ്ടോ, ക്യാബിനും ട്രക്കും തമ്മിൽ വേർപെട്ടോ എന്നുള്ളൊരു ചോദ്യം ഭീതിയായി ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേത് ഭാഗത്തായിരിക്കും, ഈ 4 സിഗ്നൽ ലഭിക്കുന്നിടത്തിൽ എവിടെയായിരിക്കും അർജുൻ ഉള്ളത് എന്നുള്ളതാണ് ഒരു ആശങ്ക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ട്രക്ക് ക്യാബിനുമായി വേർപെട്ടിട്ടുണ്ടെങ്കിൽ അത് 2 ദിശകളിലായിരിക്കും ഇപ്പോഴുള്ളത്. പിന്നീട് ഒരു ടാങ്കർ ലോറി കൂടി കാണാതായിട്ടുണ്ടായിരുന്നു, അതായിരിക്കാം മറ്റൊരു ഭാഗത്തുള്ളത്. അങ്ങനെ ലോഹഭാഗങ്ങൾ 4 ഇടത്തു നിന്നും കണ്ടെത്തി. അതിന്റെ സിഗ്നൽ വന്നതോടുകൂടിയാണ് നാവികസേനയ്ക്ക് തല പുകയുന്നത്. ഇതിൽ എവിടെ അർജുൻ? നമുക്ക് മുന്നിലുള്ള ചോദ്യവും അത് തന്നെയാണ്. അർജുൻ അതിനകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അർജുൻ പുറത്ത് പോയിട്ടുണ്ട്, അതായത് ക്യാബിൽ നിന്നും പുറത്ത് വെള്ളത്തിനൊപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പറയാൻ പോലും കഴിയുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ ഉള്ളത്. കാരണം പ്രതീക്ഷയെല്ലാം അറ്റുപോയിരിക്കുന്നു. 9-ാം ദിവസം നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ട്രക്ക് തിരിച്ച് കണ്ടല്ലോ, അതിൻ്റെ സിഗ്നൽ ലഭിച്ചല്ലോ, ഇനി നിമിഷങ്ങൾ മാത്രം അർജുൻ നമ്മുടെ അടുത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ. എന്നാൽ 10-ാം ദിവസവും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷിരൂരിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദൗത്യം നീളും, ക്ഷമയോടെ കാത്തിരിക്കണം. സൈന്യത്തിന് അവരുടെ ജോലി കൃത്യമായി ചെയ്യാനുള്ള ഒരു സമയം വേണം. പ്രകൃതി പ്രതികൂലമായി നിൽക്കുകയാണ്. അതിനെ വകഞ്ഞുമാറ്റി എത്രത്തോളം സൈന്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയുമോ അത്രത്തോളം അവർ പോകുന്നുണ്ട്. എങ്കിൽ കൂടിയും പ്രകൃതി എതിർത്ത് നിൽക്കുകയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പരിമിതികൾ ഒരുപാടുണ്ട്. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം, കേരളം മനസ്സിലാക്കണം. ആകാവുന്നത്ര എല്ലാം വളരെ സ്പീഡിൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരച്ചിൽ രാത്രിയിലും തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര തന്നെ രാത്രിയായാലും തങ്ങൾ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. നിലവിൽ 4 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, അതിന്റെ ഔദ്യോഗിക വിവരം പുറത്തുവിട്ടിരിക്കുന്നത് റിട്ടയർ മേജർ ജനറൽ M ഇന്ദ്രബാലനാണ്. അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 3-ാം സ്പോട്ടിൽ അർജുന്റെ ലോറി ഉണ്ടാകാമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നതും.
അർജുൻ ലോറിയുടെ ക്യാബിനകത്തുണ്ടെന്ന് ഉറപ്പില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നും ദൗത്യസംഘം വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ലോറിക്കടുത്തേക്ക് കടക്കാൻ ഡൈവേഴ്സിന് പറ്റാത്ത അവസ്ഥയാണ് മുന്നിലുള്ളത്. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ഇന്ദ്രബാലൻ വ്യക്തമാക്കി. 3 നോട്ട്സ് വരെയാണ് നാവികസേന ഡൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക. എന്നാൽ നിലവിൽ പുഴയിൽ 6-8 നോട്ട്സ് ആണ് അടിയൊഴുക്ക്. അതിൽ ഡൈവർമാരെ ഇറക്കുക എന്നത് ആത്മഹത്യാപരമാണെന്ന് ഇന്ദ്രബാലൻ പറയുന്നു. ശരിയാണ്, സൈന്യമാണ്, അവർ തെരച്ചിൽ നടത്തണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത് സൈന്യമാണ്. എങ്കിൽ കൂടിയും അവരും മനുഷ്യരാണ്, അവർക്കും പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളെയെല്ലാം വകഞ്ഞു മാറ്റി അവരും ശക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രക്കിന്റെ സ്ഥാനം എവിടെയാണ്, അതായത് അർജുന്റെ ക്യാബിനുള്ള ഭാഗം ഏത് സിഗ്നൽ ഉള്ളിടത്താണ് എന്ന് കൃത്യമായി ഒന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമായിരുന്നു. ഇന്ദ്രബാലൻ പറയുന്നു, ഈ ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്താനാണ് തങ്ങളെ കർണാടക സർക്കാർ വിളിപ്പിച്ചതെന്ന്. റോഡിന്റെ സുരക്ഷാ കവചം, ടവർ, അർജുന്റെ ലോറി, ടാങ്കറിന്റെ ക്യാബിൻ എന്നിവയാണ് കാണാതായിട്ടുള്ളത്. ഇവ 4ഉം വെള്ളത്തിലായിരിക്കാനാണ് സാധ്യതയെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങൾ കിട്ടി. ബാക്കി എവിടെയാണ് എന്ന് കണ്ടെത്താനായിരുന്നു ശ്രമം. വെള്ളത്തിൽ വീണ്ടും തെരച്ചിൽ നടത്തിയപ്പോൾ 3ാമത്തെ സ്ഥലവും കിട്ടി. ഇതിലെവിടെയാണ് ട്രക്ക് എന്നത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നുവെന്നും മേജർ ഇന്ദ്രബാലൻ പറയുന്നു. ഏറ്റവും അടിത്തട്ടിലാണ് 3ാം സ്പോട്ട് കിട്ടിയത്. അത് ട്രക്കാകാമെന്നാണ് ഊഹം. ട്രക്കിൽ വലിയ ഭാരമുണ്ടായിരുന്നു, നന്നായി കെട്ടിയിട്ടുണ്ടായിരുന്നു. ലോറിയിൽ നിന്ന് ലോഡ് വേർപെട്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഉച്ചവരെ വ്യക്തതയുണ്ടായിരുന്നില്ല. ക്യാബിൻ തകർന്നിട്ടില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചില മരക്കഷ്ണങ്ങൾ കിട്ടി. ലോഡ് വെള്ളത്തിൽ പോയ ശേഷം കയറ് പൊട്ടി വേർപെട്ടതാകാം. കുറച്ചുനേരം ലോറി ഒഴുകിയ ശേഷം പിന്നെ അടിത്തട്ടിലേക്ക് പോയി എന്നാണ് കരുതുന്നത്. സിഗ്നലുകളും ഊഹങ്ങളും തമ്മിൽ ചേരുന്നുണ്ടെന്നും ഇന്ദ്രബാലൻ പറയുന്നു. എല്ലാം ഒന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് രാത്രിയിൽ കൂടി തെരച്ചിൽ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തെങ്കിലും ചെറിയ സൂചനകൾ ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴുള്ളത്. അർജുന്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കണമെന്നത് ഭരണകൂടത്തിന്റെ കയ്യിലാണ്. മഴ ശക്തമാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഡിഫൈൻഡ് കപ്പാസിറ്റി 2 നോട്ട്സ് ആണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി 3 നോട്ട്സ് വരെ ചെയ്യും. 6-7 നോട്ട്സിൽ ഡൈവ് ചെയ്യാമെന്ന് വെച്ചാൽ അത് അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. എന്നാൽ നാവികസേനയാണ് അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതെന്നും ഇന്ദ്രബാലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധർ താഴെ പോകുമ്പോൾ ഡൈവിംഗ് പ്ലാൻ എങ്ങനെയാണ് എന്ന കാര്യം നോക്കുന്നുണ്ട്. ചിലപ്പോൾ അർജുൻ വണ്ടിയുടെ പുറത്തായിരിക്കാം എന്ന സാധ്യതയുമുണ്ട്. സാധ്യതകളൊക്കെ ഉപയോഗിച്ച് പരിശോധന തുടരുമെന്നും ഇന്ദ്രബാലൻ. ട്രക്കിന്റെ ക്യാബിൻ വേർപെടാൻ സാധ്യതയുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5ാമതൊരു സ്പോട്ട് കൂടി കിട്ടും. അതിനുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചു. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അർജുൻ അകത്തുണ്ടായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നം. ഊഹങ്ങളും സ്കാനിംഗ് വിവരങ്ങളും അടക്കം വെച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. റോഡിൽ നിന്ന് 60 മീറ്ററിലേറെ ദൂരത്താണ് സ്പോട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും കേരളം പ്രതീക്ഷകളറ്റ് നിൽക്കുകയാണ്. 10 ദിവസമായി ഒരു മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിൽ. നദിയിലാണോ അതോ ട്രക്ക് നദിയിലാണെന്ന് കണ്ടെത്തി. എന്നാൽ ആ നദിയിൽ, ആ ട്രക്കിന് ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലും നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും തെരച്ചിൽ ശക്തമാക്കുകയാണ് കർണാടക ഭരണകൂടം.